കാണാനാണ് പോയത്. എൻ്റെ ഉമ്മാന്ന് പറയുന്നത് ഞാൻ 101 പേരൂടെ പുറത്തിട്ടുണ്ടെന്ന് പറയുന്നു. 100 മാപ്പിള. അപ്പം ഈ 100 മാപ്പിളയിൽ ഏത് മാപ്പിളയ്ക്ക് ഉണ്ടായതാണ് നീ എന്ന് ഉമ്മമ്മ അടുത്ത് വരും. അല്ല ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ കിടക്കണമെന്നും അല്ലെങ്കിൽ എൻ്റെ കാമുകനായിട്ട് കിടക്കണമെന്നും ഷാഹിദമ്മ കണ്ടിട്ടില്ല. നല്ല സമൂഹത്തിൽ ഒരു കൊള്ളരുതാത്തോളായിട്ട് എന്നെ ചിത്രീകരിച്ചു. ഷാഹിദാമാരുടെയൊക്കെ കിടന്നിട്ടുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കിയാണ്, ചോദിച്ചു നോക്ക്. ഒരു മകളെ എത്രമാത്രം അപകീർത്തിപ്പെടുത്താൻ കഴിയും എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നജില ഷാന്റെ ചാനൽ കണ്ടാൽ മതി. ഷാൻ എന്ന് പറയുന്ന 4ാമത്തെ ഭർത്താവ് വരുന്നത് വരെ ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന, പൊന്നുപോലെ നോക്കിയിരുന്ന, എല്ലാ വീഡിയോയിലും മഷൂറ എന്ന് പറയുമ്പോൾ ആ മകളെ കുറിച്ച് പറയുമ്പോൾ തേനൊലിച്ചിരുന്ന നജില ഇന്ന് അതേ മകളെ എത്രമാത്രം മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയുക ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു മകള് എത്രമാത്രം വെറുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നജിലയുടെ മകളായ മസൂറയുടെ ചാനൽ കണ്ടാൽ മതി. ഒരു ഉമ്മയെ നീ എന്ന് വരെ അഭിസംബോധന ചെയ്യാൻ ആ മകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ആ ഉമ്മയെ വെറുത്തു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വീണ്ടും നജില ഈ പറഞ്ഞ മകളെ മോശക്കാരിയാക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടുവെക്കാം. ഈ വീഡിയോ വീണ്ടും ചെയ്യേണ്ടി വരുന്നത് ഓരോരുത്തരും ഇത് ഷെയർ ചെയ്ത് തരണതുകൊണ്ടും ഇത് ചെയ്യാൻ പറയുന്നതുകൊണ്ടും എൻ്റെ ചാനലിൽ അതിന് വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ടും മറ്റുള്ളവരെ അഭിപ്രായം കേൾക്കുന്നത് കൊണ്ടും മാത്രമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നജില വീണ്ടും വന്നിട്ടുള്ള നജിലയുടെ അപരാധങ്ങൾ പറച്ചിൽ നമുക്ക് കേൾക്കാം. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ കിടക്കണമെന്നും അല്ലെങ്കിൽ എൻ്റെ കാമുകനായിട്ട് കിടക്കണമെന്നും ഷാഹിദമ്മ കണ്ടിട്ടില്ല. നല്ല സമൂഹത്തിൽ ഒരു കൊള്ളരുതാത്തോളായിട്ട് എന്നെ ചിത്രീകരിച്ചു. ഷാഹിദാമാരുടെയൊക്കെ കിടന്നിട്ടുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കിയാണ്, ചോദിച്ചു നോക്ക്. ഞാനല്ലേ 100 കിടന്നിട്ടുള്ളൂ, നീ അല്ലേ ക്യാമറ മാൻ. ചോദിച്ചു നോക്കിയാണ് ഷാഹിദാമാരുടെയൊക്കെ കിടന്നിട്ടുണ്ടെന്ന് ചോര്. അത് കണ്ടല്ലേ ഞാൻ വളർന്നത്, അത് കണ്ടല്ലേ നീ ഇതായത്. 11 വർഷക്കാലം നീ നല്ലണക്ക് എയും ബിയും ഒക്കെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിന്നെ മപ്പ് പിടിച്ചൊരു സാധനമായിരുന്നു നീ. നിന്നെ പഠിപ്പിച്ചു, വൃത്തിയാക്കി എടുത്തു. ഒരു ബിഹേവിയർ പോലത്തെ ഒരു കുട്ടിയായിരുന്നു. പമ്മി നിൽക്കും കള്ളത്തരവും കാണിച്ചുകൊണ്ട് വളർത്തിയെടുത്തു, സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു. ഇപ്പോഴും നീ കാതിയിട്ടേക്കണ കമ്മൽ ആരത്? നിൻ്റെ വാപ്പ വാങ്ങി തന്നതിന് ബില്ലുണ്ടാ? നിൻ്റെ വാപ്പാന്ന് പറയുന്നില്ലേ? നിൻ്റെ വാപ്പാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ട്? നീ കണ്ടിട്ടുണ്ടാ? നീ 11 വർഷത്തിൽ എനിക്ക് മെസ്സേജ് ഇട്ടല്ല, നാവായിക്കുളം പഞ്ചായത്തിൽ വെച്ചാണ് കണ്ടേന്ന്. കുടിച്ചോണ്ട് തൊലാക്കിയില്ല. ഇതിൽ ഷാഹിദ എന്ന് പറയുന്ന നജിലയുടെ ഉമ്മ പല ആണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന ഷാഹിദ കണ്ടിട്ടുണ്ടോന്ന് ഈ നജില ആരെങ്കിലും കൂടെ കിടക്കണത് കണ്ടിട്ടുണ്ടല്ലോ. എന്താ നജില മറന്നുപോയാ? ഒരു സമയത്ത് ഈ പറഞ്ഞ ഷാനെ വിളിച്ച് വീട്ടിൽ കയറ്റിയെന്നും പറഞ്ഞിട്ട് പോലീസുകാർ വന്നതും ഒച്ചയും ബഹളം ഉണ്ടായതും ഒക്കെ അവസാനം ഇറങ്ങിപ്പോയത് അങ്ങനെയല്ല വീട്ടിൽ നിന്ന്. അതെന്താ മറന്നുപോയാ? പിന്നെ ഈ പറയുന്ന മകളുടെ വാപ്പനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉമ്മ ചൂണ്ടിക്കാണിക്കാനാണ്, മകളെ ഇത് നിന്റെ വാപ്പ ഇതാണ്, ഞാൻ ഇയാളുടെ കൂടെ കിടന്നിട്ടാണ് നീ ഉണ്ടായിക്കണെന്ന് നീ തന്നെ പറഞ്ഞിട്ടല്ല ആ കുട്ടി പഠിച്ചേക്കണത്. ഇപ്പൊ നീ പറഞ്ഞത് നിനക്കറിയോ, മകളോട് ചോദിക്കണം നിനക്കറിയോ നിന്റെ വാപ്പ അത് തന്നെയാണ്, നിനക്ക് എന്താണ് ഉറപ്പ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ മകളുടെ സ്വഭാവം, അതേപോലെ തന്നെ ആ മകളുടെ ഈ പറയുന്ന ബിഹേവിയറിനെ കുറിച്ചൊക്കെ ഉളുപ്പുണ്ടോന്നേ ചോദിക്കുന്നുള്ളൂ. കാരണം ഒരു കാലത്ത് ഈ മകളെ മാത്രം കാണിച്ചിട്ടാണ് ഇപ്പൊ നിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എന്നൊക്കെ നജില പറയണ്ടല്ലോ. എന്തിനു വേണ്ടി? നിനക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പറയുന്ന ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ കാണിച്ച് തന്നെ നീ കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിനക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ, അല്ല നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ആ പറ കേൾക്കട്ടെ. ഞാൻ കളഞ്ഞതല്ല കേട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒന്നിനും ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് പിന്നെ മിണ്ടാറില്ല. അവന് മൂക്കൂട്ട കുടിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കണം ഷാഹിദാമാരൂടെ ഇരുന്ന്. കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല. എൻ്റെ അടുത്ത് പറയുമായിരുന്നു നജില എന്നല്ല വിളിക്കുന്നത്, നജിയെന്ന് വിളിച്ചത് ഷംസുവാണ്. നജില നിന്നെക്കാട്ടിയും എനിക്കിഷ്ടം നിൻ്റെ ഉമ്മാരൂടെ ജീവിക്കാനാണെന്ന് ചോദിച്ചു നോക്കിയാണ്. അപ്പം ഇപ്പം എന്തായാലും ഈക്വലായില്ലേ. പിന്നെ എൻ്റെ ഷാന നീ കീന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഷാനാണ്. എൻ്റെ മിസലിമോനും മുത്തുമോനും ഉപ്പച്ചീന്ന് വിളിച്ചത്, വാപ്പാന്ന് വിളിച്ചത് ഷാനയാണ്. പിന്നെ നീ വയറ്റിക്ക് കെട്ടിപ്പിടിച്ച് അടുത്ത് കെട്ടിപ്പിടിച്ച് കയറി കിടക്കണം എന്തിനായിരുന്നു? നീ കാറിൽ വന്നപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നല്ലോ എന്നാ ഉമ്മച്ചിക്ക് വാപ്പച്ചിയുടെ കൂടെയാണ് എൻ്റെ കൂടെയാണ് ഇഷ്ടം കൂടുതലെന്ന്. നിനക്ക് എന്തേലും ഇഷ്ടമായിരുന്നു നീ ഉദ്ദേശിച്ചത്? പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണം കേട്ടാ. പിന്നെ സ്വർണം നിന്റെ വാപ്പ അധ്വാനിച്ചതല്ല കേട്ടാ. അല്ല നജില തന്നെ പറ, മകള് എന്തൊരു ഇഷ്ടത്തെ കുറിച്ചാണ് അന്വേഷിച്ചത്? അല്ല ഈ 11 വയസ്സുള്ള ഒരു മകള് ഒരു ഉമ്മാനോട് ചോദിക്കുകയാണ്
ഷാൻ ഉമ്മാനോടാണോ എന്നോടാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നത്. അതെന്തർത്ഥത്തിലാണ് മകൾ ചോദിച്ചതെന്നാണ് നജിലക്ക് തോന്നണത്. അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പിന്നെ എൻ്റെ ഷാൻ വന്നതിന് ശേഷമാണ് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്ന മകള് വെറുക്കപ്പെട്ടവളായി മാറിയത്. എന്തുകൊണ്ട്? ആ പെൺകുട്ടി പറയുന്ന കാരണങ്ങൾ നജിലക്ക് അറിയാല. നജില എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? അല്ല, എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ മകളെ വെറുത്തു തുടങ്ങി? ആര് പറഞ്ഞ്? ഒരു മൊബൈലിൽ കളിക്കാനും TV കാണാനും മാത്രം അത്രത്തോളം സ്നേഹിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരു മകൾ ഉമ്മാനെ തള്ളിക്കളയുമെന്ന് എങ്ങനെ തോന്നുന്നു? അല്ല, എനിക്കറിയാൻ പാടില്ല. ഒരു 11 വയസ്സുള്ള ഒരു മകള് അത്ര നാളൊരു ഉമ്മാടെ കൂടെ, കാരണം ഉമ്മാടെ ഒന്നുമില്ലാത്ത സമയത്ത് ഉമ്മാടെ കൂടെ ഫുൾ സപ്പോർട്ടായി നിന്നിരുന്ന ഒരു മകളാണ്. ഒന്നുമില്ലാത്ത സമയത്ത് ആ മകള് ഇന്ന് ഈ പറയുന്ന ഉമ്മാനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണം ഉണ്ടാവൂലേ? അതെന്തോ മനസ്സിലാക്കണല്ലോ നജില. ഇപ്പോഴും മകള് ഈ പറഞ്ഞ സ്വർണത്തിന് വേണ്ടി സ്വർണത്തിണ്ടി ഈ പറഞ്ഞ നജില അധ്വാനിച്ചുണ്ടാക്കിയൊന്നല്ല. നാട്ടുകാരെ മുന്നിൽ ഈ പെൺകുട്ടിയെ കാണിച്ചിട്ട് മേടിച്ചെടുത്തേക്കണാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മകളുടെ ചാനലിൽ പറയണ്ടല്ല വാപ്പ തന്ന ഗോളിനെ കുറിച്ചും ഈ വല്ലുമ്മ അഥവാ ഈ നജിലയുടെ ഉമ്മ കൊടുത്ത ഗോളിനെ കുറിച്ചൊന്നും. അതെന്താ നജിലക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്തത്? അല്ല, അറിയില്ല. കുറെ എന്തൊക്കെയോ കിടന്ന് കളിക്കണ്ട് ഇതിൻ്റെ ഉള്ളില് കേട്ടാ. പിന്നെ സ്വർണം നിന്റെ വാപ്പ അധ്വാനിച്ചതല്ല കേട്ടാ. നിന്നെ പഠിപ്പിച്ച കണക്ക് നീ ഒരു 5000 രൂപ വെച്ച് മാസം കൂട്ടി വയ്ക്കണം 11 വർഷക്കാലം. എനിക്ക് എന്നെ വേണ്ട, എൻ്റെ മുതലും വേണം അല്ലേ? എല്ലാ മുതലും കൂടെ ഞാൻ തരാം. ബാക്കി 2 പേർക്ക് കൊടുക്കണ്ട. നിനക്ക് മാത്രം, നിന്നെ മാത്രം CBSE പഠിപ്പിച്ചു, നിന്നെ മാത്രം ഇതേപോലെ നീ അമ്മുക്കൂരം പോലെ ഇവിടെ കയറി ഇരിക്കുമല്ലോ. നിന്തെങ്കിലും പറയും സ്റ്റഡി ടേബിൾ വേണോ എൻ്റെ പൊന്നിന്? ഷാഹിദാക്കിരുന്ന് പഠിക്കാനാ? ഷാഹിദമ്മയെ തെറ്റ് ചെയ്തിട്ടുണ്ടാന്നൊന്ന് ചോദിച്ചോക്കിയാൽ ചോദിച്ചു. നീ ഉപ്പച്ചീരെ അടുത്ത് വരും പറഞ്ഞു തരും കേട്ടാ. അപ്പം ഇങ്ങോട്ട് ക്യാമറാമാൻ വൈകിട്ട് രാവിലെയും ക്യാമറ ഓണാക്കി വീഡിയോ ചെയ്യണില്ലേ? ഇതിന് ഞാൻ തക്കതായൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോക്ക് വൈകാതെ കിട്ടും ഗിഫ്റ്റ് കേട്ടാ. പിന്നെ എനിക്ക് മകൾക്ക് തക്കതായ പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മകളെ ഭീഷണിപ്പെടുത്തണ ഒരു ഉമ്മ. എങ്ങനെ ഒരു ഉമ്മ മകളെ ഭീഷണിപ്പെടുത്തുന്നാണ് കേൾക്കണത്. പിന്നെ ക്യാമറ തിരിച്ചു വെക്കണം. ഈ ഷാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന മകളും ഉമ്മ കൂവണം എന്നൊക്കെയാണ് പറയണത്. മക്കളെ കൊണ്ട് കൂവിക്കാണ്, ഷാൻ നിന്ന് കൂവാണ്. അപ്പൊ അവരൊക്കെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്ത്. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് ഈ മകളിൽ പറയുന്ന കേൾക്കുമ്പോഴും മറ്റാരുടെയോ നാക്കാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് തോന്നണ്ടില്ലെന്നൊന്നല്ല. എന്നാൽ പോലും ഈ മകള് ഇപ്പൊ ഇത്രത്തോളം ഈ ഉമ്മാക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഷാൻ കാരണമല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മസൂറയുടെ വാപ്പ ഒരു ഗുണവും ഒന്നുമില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അയാൾ കൊണ്ട് നടക്കാറില്ല, കള്ളുടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഈ പറയുന്ന മസൂറ എങ്ങനെ ജനിച്ചു എന്ന് എനിക്കറിയില്ല. അത് കാരണം അതേപോലെ തന്നെ അറിയാത്തതുകൊണ്ട് ചോദിക്കാനാണ്, അറിയില്ലാത്തതുകൊണ്ടാണ്. ഈ 4 ഭർത്താക്കന്മാർ അതിൽ 3 പേരും ഈ പറയുന്ന നജിലയെ ഉപേക്ഷിച്ച് പോയതാണ്. 3 പേരും ഇങ്ങനെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ ആ ഉപേക്ഷിച്ച് പോയവർക്കാണ് പ്രശ്നം, അല്ലെങ്കിൽ നജിലക്കാണ് പ്രശ്നം. ഈ വന്നവരും പോയവരൊക്കെ എനിക്ക് വേണ്ടി വിള എന്ന് പറയണമെങ്കിൽ നമ്മളിലും വല്ല ഒരു പ്രശ്നം ഉണ്ടാവൂലേ? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ഒരു പേന അവിടെ ഇരിക്കുകയാണ്. ഞാനൊരു കാര്യത്തിന് ഒപ്പിടാൻ വേണ്ടി എടുക്കുമ്പോൾ ആ പേന തെളിയണില്ല. ഞാൻ ആ പേന അവിടെ വെച്ചുകൊണ്ട് പോയി. രണ്ടാമത് വേറൊരാൾ വന്ന് അയാളും അതേപോലെ തന്നെ ഒരു ഒപ്പിടാൻ വേണ്ടി എടുക്കാൻ നേരത്ത് ആ പേന വീണ്ടും തെളിയണില്ല. ആ പേന വീണ്ടും അവിടെ വെച്ചുകൊണ്ട് പോയി. അങ്ങനെ 2, 3, 4, 5 ആൾക്കാർ വന്നിട്ട് ആ പേന എടുത്ത് നോക്കൂ, ആ പേന തെളിയുന്നില്ല. ആ പേന തെളിയാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് പോകുന്നത്. പകരം ആ പേന പറയണ് ഈ വന്ന ആൾക്കാരൊന്നും ശരിയല്ല, അവർക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ട് അവർ ആ പേന അവിടെ വെച്ചുകൊണ്ട് പോകണാണ് എന്ന് പറയാൻ പറ്റുമോ? പേന തെളിയാത്തതുകൊണ്ടാണ് അവർ എഴുതാതെ പോണത്, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇട്ടുകൊണ്ട് പോണത്. അങ്ങനെ ആയിരിക്കൂലേ? ഉദാഹരണം കേട്ടോ, അല്ലാണ്ട് ഞാൻ വേറൊന്നും ഉദ്ദേശമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ കാണാം. ബൈ.